السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أفوض أمري إلى الله إن الله بصير بالعباد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ആദരണീയനായ മുസ്തഫ ഹുദവി ഉസ്താദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. വളരെ പവിത്രവും പരിശുദ്ധവുമായ ഒരു രാവിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഈ ദുനിയാവിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു ഏറ്റവും പൊരുത്തപ്പെടുന്ന രാത്രികളിൽ, ഏറ്റവും പൊരുത്തപ്പെടുന്ന ദിവസങ്ങളിൽ വളരെ മഹത്വമേറിയ ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച അഫ്ളലി അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠമേറിയ ദിവസമാണ് ദുൽഹിജ്ജ 10 ദിവസങ്ങൾ, 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് കർമ്മനിരതരാവാൻ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10-നേക്കാളേറെ പുണ്യം വരുമോ എന്ന് പോലും മഹാരന്മാർ സംശയിക്കുന്ന രീതിയിൽ വളരെ ശ്രേഷ്ഠവും വളരെ പവിത്രവുമാണ് ഇന്നത്തെ രാവോടുകൂടിയ വരാനിരിക്കുന്ന 10 ദിനരാത്രങ്ങൾ. അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന മഹത്തായൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ആവശ്യപ്പെടുന്നതായി, അള്ളാഹു പറയുന്നതായി കൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യബ്ന ആദം തഫറഗ് ലിഇബാദതി അംലഉ സ്വദ്റക ബിൽ ഗിന വഅസുദ്ദു ഫഖറ വഇല്ലാ മലൗതു യദൈക മശ്ഗൂല വലാ അസുദ്ദു ഫഖറ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യബ്ന ആദം, ഓ ആദം സന്തതി, തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ജീവിതത്തിന്റെ പച്ചപ്പിന് വേണ്ടി നാം പടപൊരുതുന്ന സമയത്ത് അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള, അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള ആരാധനാ കർമ്മങ്ങളിലൂടെ നാം മുന്നോട്ടു പോവാതെ
പൈശാചികമായ ദുർബോധത്തിന് അടിമപ്പെട്ടുകൊണ്ട് നിസ്കാരാദി കർമ്മങ്ങളിൽ നിന്നൊക്കെ നാം ആലസ്യം കാണിക്കുന്ന സമയത്താണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാവുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? യബ്ന ആദം, ഓ ആദം സന്തതി, തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം. എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും, ജീവിതത്തിന്റെ ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം. എന്നാൽ നിന്റെ മനസ്സിനെ ഞാൻ ഐശ്വര്യം കൊണ്ട് നിറക്കും. നമുക്കൊക്കെ ഏറ്റവും വലുതായിക്കൊണ്ട് നാം കാണുന്നതും നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതും നമ്മുടെ വലിയ സ്വപ്നമായി കൊണ്ടൊന്നും നിലനിൽക്കുന്നതും മനസ്സമാധാനത്തോടുകൂടി ഒന്ന് കഴിയണം. മനസ്സിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ വിഷമങ്ങളുമൊക്കെ അതൊന്നും എനിക്ക് എത്തിപ്പെടാതെ സ്വസ്ഥമായി കൊണ്ടൊന്ന് ജീവിക്കണം. മനസ്സമാധാനത്തോടുകൂടി ഈ പ്രവാസ ലോകത്ത് നാം കഴിയുന്ന സമയത്തൊക്കെ ഏതൊരു പ്രവാസിയുടെ മനസ്സിന്റെ ഉള്ളിലും ഒരു ലക്ഷ്യമാണ്. എന്താണ്? സ്വസ്ഥമായി കൊണ്ട് ഒരൽപ്പം സമ്പാദിച്ചുകൊണ്ട് സ്വതന്ത്രമായി എന്റെ കുട്ടികളെ നോക്കി നല്ലൊരു വീടൊക്കെ പണിത് എനിക്ക് വരുമാനമുണ്ടാക്കിക്കൊണ്ട് സ്വസ്ഥമായി കൊണ്ടൊന്ന് കഴിയണം. ഇതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഇവിടെയാണ് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അംലഉ സദ്റക ബിൽ ഗിനാ, ഐശ്വര്യം കൊണ്ട് അല്ലാഹു നിന്റെ മനസ്സിനെ നിറക്കും. വഇല്ല നിനക്ക് വഅസുദ്ദു ഫഖറ, ദാരിദ്ര്യത്തിന്റെ കവാടം നിന്നെ തൊട്ട് അല്ലാഹു കൊട്ടിയടക്കും. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഇസ്ലാമിക് സെന്ററിന് വേണ്ടി, ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഒഴിഞ്ഞു വെച്ച ആളുകളെ കാണാൻ കഴിയൂ. ജനറൽ ബോഡി നടക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും. ജനറൽ ബോഡിയുടെ കണക്ക് അവതരിപ്പിച്ച് അതിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തീർത്തു കഴിഞ്ഞാൽ കമ്മിറ്റി ഏൽപ്പിക്കുന്ന സമയത്ത് വരുമാനമില്ലാത്ത കമ്മിറ്റി ആണെങ്കിൽ ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. നല്ല വരുമാനമുള്ള കമ്മിറ്റിയാണെങ്കിൽ വോട്ടെടുപ്പ് തന്നെ വേണ്ടിവരും. വരുമാനമില്ലാത്ത എല്ലാ മാസത്തിലെയും കുടിശ്ശികയൊക്കെ തീർത്ത് ഉസ്താദുമാർക്കുള്ള ശമ്പളം, മുഅല്ലിമീങ്ങൾക്കുള്ള ശമ്പളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറിയുടെ കീശയിൽ നിന്ന് എന്തെങ്കിലും വെക്കേണ്ട ഒരവസ്ഥയുണ്ടെങ്കിൽ അത്തരം കമ്മിറ്റികൾ ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. നല്ല വരുമാനമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, നല്ല വരുമാനമുള്ള കമ്മിറ്റികളാണെങ്കിലോ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും ഏറ്റെടുക്കാൻ. അതിനുവേണ്ടി തിരക്കായിരിക്കും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഇസ്ലാമിന് വേണ്ടി, അല്ലെങ്കിൽ ഞാനിങ്ങനെ മദ്രസയ്ക്ക് വേണ്ടി, ഞാനിങ്ങനെ പള്ളിക്ക് വേണ്ടി, ഞാനിങ്ങനെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ നടന്നാൽ എന്റെ കുട്ടികളെ ആരും നോക്കും? എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ വീട് വെക്കും? ഞാൻ എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം ഞാൻ നയിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്കാണ്, എന്നൊക്കെ ചിന്തിക്കുന്ന മുഅ്മിനിന്റെ മനസ്സിലേക്കാണ് അല്ലാഹു തആല പറയുന്നത്, യബ്ന ആദം തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം. എന്നാൽ അംലഉ സദ്റക ബിൽ ഗിനാ, നിന്റെ മനസ്സിൽ ഐശ്വര്യം കൊണ്ട് ഞാൻ നിറക്കും. വഅസുദ്ദു ഫഖറ, ദാരിദ്ര്യത്തിന്റെ കവാടം നിന്നെ തൊട്ട് ഞാൻ കൊട്ടിയടക്കും. അല്ലാഹു ആണ് പറയുന്നത്. നമ്മളൊക്കെ വലിയ വിഷമത്തിലും, പല ആളുകളും പല വിഷമങ്ങളും പറയാറുണ്ട്. എനിക്ക് കുറെ പെൺമക്കളാണ്, ഞാനിങ്ങനെ പെട്ടെന്ന് നിർത്തിപ്പോയാൽ അത് വലിയ പ്രയാസമാണ്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മോട് ഉണർത്തുന്ന ഒരു വിഷയമുണ്ട്. കഴിഞ്ഞുപോയ സമൂഹത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പെൺമക്കൾ ജനിച്ചാൽ അതൊരു പ്രയാസമായിരുന്ന കാലഘട്ടത്തിൽ അവരെ കൊന്നു തള്ളുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ പേടിച്ചിട്ട് ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, ഇവരെങ്ങനെ ജീവിക്കും, ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ കൊന്നു തള്ളരുത്, അവരെ നിങ്ങൾ കൊലക്ക് കൊടുക്കരുത്, അവരെ നിങ്ങൾ കുഴിച്ചു മൂടരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്, അവർക്കും ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, എത്രയോ ആളുകൾ ഈ പ്രവാസ ലോകത്തിൽ നിന്ന് തന്നെ എത്ര ആളുകൾ ഓരോ ദൈനംദിനം, ഓരോ ആഴ്ചകളിലുമൊക്കെ നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ മരിച്ച് ഇവിടെ തന്നെ മറവ് ചെയ്യുന്നവർ,
ഇവിടെ മരിച്ചിട്ട് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവർ എത്രയെത്ര കുടുംബങ്ങൾ നമ്മളാരും കേട്ടിട്ടില്ല. അവർ മരിച്ചു പോയതുകൊണ്ട് അവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലായിക്കൊണ്ട് അവരൊക്കെ വിഷം കഴിച്ച് ആത്മഹത്യയുടെ വക്കിലാണ് എന്നും നമ്മൾ കേട്ടിട്ടില്ല. മക്കൾക്ക് വേണ്ടി നമ്മൾ പാടുപെടുന്ന സമയത്ത് നമ്മുടെ പ്രവാസ ലോകത്ത് മക്കൾക്ക് വേണ്ടി നാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഹക്കും ബാത്തിലും നാം നോക്കാതെ നമ്മളൊക്കെ ജീവിക്കുന്നൊരു സാഹചര്യത്തിലാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊന്നും ജീവിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിന് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അസുദ്ദു ഫഖറ, നിങ്ങളുടെ ദാരിദ്ര്യം ഏതൊക്കെ വഴിയിലൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, ആ കവാടങ്ങൾ മുഴുവനും ഞാൻ കൊട്ടിയടക്കും. ഇല്ല, നിനക്കതിനൊന്നും സമയമില്ല. കൃത്യമായി കൊണ്ട് നിസ്കരിക്കാൻ നിസ്കാരത്തിന്റെ സമയമാവുന്ന സമയത്ത് സ്ഥാപനങ്ങളൊക്കെ അടച്ചു. നിസ്കരിക്കാൻ നല്ല സമയമുണ്ട്. നിർബന്ധിത ഘട്ടത്തിലെങ്കിലും സ്ഥാപനങ്ങളൊക്കെ അടച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് വിളിയാളം കേൾക്കുന്ന സമയത്ത് ക്ഷണം കേട്ടുകൊണ്ട് പള്ളികളിലേക്ക് പോകുന്നതിന് പകരം റൂമിലേക്ക് ചെന്നിട്ട് ടെലിവിഷൻ ഓൺ ചെയ്ത് ഏറ്റവും പുതിയ ന്യൂസ് തേടിക്കൊണ്ട് നാം പരതുന്ന സമയത്ത് നിസ്കരിക്കാൻ നമ്മുടെ മുന്നിൽ സമയമുണ്ട്, ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മുടെ മുന്നിൽ സമയമുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. എന്നിട്ടും നാം സമയം കണ്ടെത്തിയില്ലെങ്കിൽ അള്ളാഹു പറയുന്നു, ഇല്ല, അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ നീ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ മലൗതു യദൈക മശൂല, നിന്റെ 2 കൈ നിറയെ ഞാൻ നിനക്ക് ജോലി തരും, പണി തരും. 2 കൈ നിറയെ നിന്റെ തിരക്കൊഴിഞ്ഞിട്ട് നിനക്ക് അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ നിനക്ക് സമയമുണ്ടാവില്ല. ഇബാദത്തിന് നിന്റെ മനസ്സിൽ നിനക്ക് താല്പര്യമുണ്ട്, പക്ഷേ ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ നിനക്കതിന് സമയം കിട്ടുന്നില്ല. ഈ ഒരവസ്ഥ ഞാൻ നിനക്ക് തരും. മലൗതു യദൈക മശൂല, 2 കൈ നിറയെ ഞാൻ നിനക്ക് പണി തരും, ജോലി തരും, ശുഗ്ല് തരും. വലാ അസുദ്ദു ഫഖറ, ഇങ്ങനെയൊക്കെ പാടുപെട്ടുകൊണ്ട് നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാതെ പാടുപെട്ടുകൊണ്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ? ഇല്ല, നിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ ഒരവസ്ഥ നിനക്ക് ഞാൻ തരുമെന്ന് അള്ളാഹു പറയുന്നതായി ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പലരും പറയാറുണ്ട്, ഇഷ്ടംപോലെ വലിയ ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നും മതിയാവുന്നില്ല. എല്ലാ മാസവും എത്ര അയച്ചാലും വീണ്ടും എനിക്ക് റോളിങ്ങിന്റെ അവസ്ഥയാണ് വരുന്നത്, കിട്ടുന്നത് കൊണ്ട് മതിയാവുന്നില്ല. സത്യത്തിൽ എന്താണ്? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അള്ളാഹു എടുത്തു കളഞ്ഞു. ജീവിതത്തിൽ നിന്ന് അള്ളാഹു ബറക്കത്ത് എടുത്തു കളഞ്ഞു. അള്ളാഹു ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കുന്ന വിഭാഗത്തെ പറയുന്നുണ്ട്. ദുൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങളെ ഒരാള് സൽക്കർമ്മങ്ങളെ കൊണ്ട് കർമ്മനിരതമാക്കുകയും ഈ ദിവസങ്ങളെ ഒരാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഈ ദിവസങ്ങളുടെ പവിത്രതയെ മാനിച്ചുകൊണ്ട് മറ്റുള്ള മാസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം ഒരാൾ നയിക്കുകയും ചെയ്താൽ, മഹാനായ അബുൽ ഹസൻ സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകള് 10 ഗുണങ്ങളെ കൊണ്ട് 10 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് എണ്ണുന്നത് അൽ ബറകത്തു ഫീ ഉംരിഹി, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും. ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിന്റെ ശേഷവും നമുക്കറിയാം, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങളെ കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ തന്നെ പ്രാദേശികമായി കൊണ്ട് നാട്ടിലെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ജീവിച്ച കഴിഞ്ഞുപോയ നമ്മുടെ സമൂഹത്തിലെ കഴിഞ്ഞുപോയ തലമുറയിലെ പലരെയും നാം ഓർക്കാറുണ്ട്. കാരണവന്മാരെ നാം ഓർക്കാറുണ്ട്. എന്താണ് ആ ഓർമ്മയുടെ കാരണം? അതാണ് ആയുസ്സിലുള്ള ബറക്കത്ത്. മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല, കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം അനിവാര്യമാണ് എന്ന് സമൂഹത്തിന് ബോധ്യമാവുന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം നടക്കുന്നത്. പക്ഷേ എന്നും അദ്ദേഹത്തെ ഓർക്കുന്നു. എന്തൊരു വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാലും, എന്തൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എല്ലാവരും ഓർത്തുപോകും, നാട്ടിക ഉസ്താദ് ഉണ്ടായിരുന്നുവെങ്കിൽ,
എന്താണ് അതിന് കാരണം? അള്ളാഹു ആയുസ്സിൽ ബറക്കത്ത് കൊടുത്തു. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു 44 വയസ്സ് മാത്രമാണ്, 44 വർഷം മാത്രമാണ് മഹാനവറുകൾ ജീവിച്ചത്. പക്ഷേ മുസ്ലിം ലോകത്തിന് ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇമാം നവവി തങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കിതാബുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രത്തോളം വലിയ പ്രസിദ്ധി മഹാനവറുകൾക്ക് അള്ളാഹു കൊടുത്തു. 44 വർഷത്തെ കുറഞ്ഞ ജീവിതം കൊണ്ട് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ മുന്നിലുള്ള വിളക്കങ്ങോട്ട് അണഞ്ഞ സമയത്ത് തന്റെ മുന്നിലുള്ള മരം അങ്ങ് പ്രകാശിച്ചു. മരത്തിന്റെ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ തന്റെ കിതാബ് എഴുത്തങ്ങ് തുടർന്നു പോയ മഹാൻ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ബറക്കത്ത് കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഇവിടെ എത്രയോ ജിദ്ദയിൽ നിന്ന് മരണപ്പെട്ടു പോയ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച പലരെയും കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. എന്താണ് കാരണം? 70, 80, 90 വർഷം ജീവിച്ച ആളുകളെ കുറിച്ച് ഓർക്കാതെ 40, 50, 35 ഒക്കെ വർഷം ജീവിച്ച ആളുകളെ കുറിച്ച് ഓർക്കുന്നു. എന്താണ് കാരണം? അവരുടെ ജീവിതത്തിനിടയിൽ സമൂഹത്തിന്, സമുദായത്തിന്, ദീനീ സ്ഥാപനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു. അവരൊന്നും സമൂഹത്തിന്റെ ഇടയിൽ ഓർമ്മിക്കപ്പെടുന്നു. സത്യത്തിൽ പൊതുരംഗം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. എപ്പോഴും നമ്മെക്കുറിച്ച് ഓർക്കും, നമുക്ക് വേണ്ടി ദുആ ചെയ്യും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ അള്ളാഹു സൃഷ്ടിക്കും. മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമ ഒരാൾ നിർവഹിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചൊരു വാക്കുണ്ട്. ഹഖ്ഖുൽ വാലിദൈനി ദൈനുൻ വദീൻ. മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കൽ അത് കടവുമാണ്, അത് ദീനുമാണ്. എന്താണ് ദീന്, എന്താണ് കടം? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിടത്ത് മുഴുവനും അള്ളാഹുവിന് വഴിപ്പെടേണ്ട വിഷയങ്ങളെ കുറിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുകയും അള്ളാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുകയും പറഞ്ഞിടത്തൊക്കെ അള്ളാഹു പറഞ്ഞു മാതാപിതാക്കൾക്ക് വഴിപ്പെടണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതൊരു ദീനാണ്. മറ്റൊന്ന് ദൈൻ എന്താണ്? മക്കളിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കും. നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നാം വർത്തിച്ചാൽ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുത്താൽ, അവരെ ആദരിച്ചു, അവരെ സ്നേഹിച്ചു, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തു, എന്നാൽ അതിന് കിട്ടുന്നത് എന്താണ്? ദൈൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മക്കളിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കും. നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നമ്മെ ആദരിക്കുന്ന, നമ്മെ ബഹുമാനിക്കുന്ന മക്കളെ അല്ലാഹു തആല നമുക്ക് തരും. ഇത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. എത്രയോ ആളുകളുടെ ചരിത്രം നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാൻ കഴിയും. ജീവിതത്തിൽ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചവർ, സ്വന്തം മാതാപിതാക്കളെ അവഗണിച്ചവർ, സ്വന്തം ഭാര്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ, അവരവരുടെ മക്കളിലൂടെ പ്രയാസപ്പെടുന്നത് എന്റെ 2 കണ്ണുകൊണ്ട് കണ്ട ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാൻ കഴിയും. അതെന്താണ്? ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതേ അള്ളാഹു തിരിച്ചു തരൂ. മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. പ്രായം ചെന്ന ഒരാൾ, വയസ്സായ ഒരാളെ, ചെറുപ്പക്കാരനായ ഒരാൾ, അയാളെ ആദരിച്ചു, അയാളെ ബഹുമാനിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയം, ബസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒഴിഞ്ഞ സീറ്റുണ്ട്, നമ്മൾ അവിടെ ഇരുന്നു. നമ്മളിരുന്ന് 2 സ്റ്റോപ്പ് മുന്നോട്ട് പോയി പെട്ടെന്നാണ് ഒരു വയസ്സായ ആൾ കടന്നു വരുന്നത്. അവിടെ നമ്മളെന്താ ചെയ്യാം? നമ്മളെന്ത് ചെയ്യും? വയസ്സായ ഒരാൾ വന്നു, അദ്ദേഹത്തിന് ശരിക്കും നിൽക്കാൻ വയ്യ, ആ മുകളിലുള്ള പിടി ശരിക്കും എത്തുന്നില്ല, പ്രയാസപ്പെട്ട്. ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മിക്കവാറും എണീക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? അടുത്ത് നിന്നിട്ട് വന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് ഒന്നിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിന്നു. നമ്മളെന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ വേഗം മൊബൈൽ എടുക്കും, നമ്മളെ പാറ്റേൺ ഓപ്പൺ ആക്കും, വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ എന്തെങ്കിലും തുറന്നിട്ട് ഇയാളെ കാണാത്ത പോലെ നിൽക്കും. അല്ലെങ്കിലോ നമ്മൾ പുറം കാഴ്ചകൾ കണ്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും, അദ്ദേഹത്തെ അവഗണിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറുപ്പക്കാരൻ അയാളെ കണ്ടിട്ട് അയാളെ ആദരിച്ചുകൊണ്ട് അവിടെ എണീറ്റ് കൊടുത്തു.
അയാളെ ബഹുമാനിച്ചിട്ട് ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞ അയാളെ ഇരുത്തി. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇവന് പ്രായമാവുന്ന സമയത്ത് ഇവനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സൃഷ്ടിക്കും. ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം ഇവൻ കയറി ചെല്ലുന്ന ഉടനെ ഇവന് എണീറ്റ് കൊടുക്കാൻ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം എത്ര ദുഷിച്ചാലും, സമൂഹം എത്ര മോശപ്പെട്ടാലും, എനിക്കറിയാം ദീനിയായ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ദീനുണ്ട്, മതപരമായി അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പിതാവിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതിയേ ഉള്ളൂ. മകൻ എന്നെ പരിഗണിക്കുന്നില്ല. മാതാപിതാക്കളെ കുറിച്ചുള്ള ബാധ്യതകളെ കുറിച്ച് ശരിക്കറിയാം, മാതാപിതാക്കളെ ആദരിക്കണമെന്നറിയാം. പ്രായമാവുന്ന സമയത്ത് 60 വയസ്സുള്ള മാതാപിതാക്കൾ ഒരാൾക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ കടക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ശാപമുണ്ടാവട്ടെ എന്ന് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവരുടെ മകൻ സ്വർഗത്തിൽ കടന്നിട്ടില്ലെങ്കിൽ, ഇങ്ങനത്തെ ഒരു മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കണമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നല്ല മാതാപിതാക്കളുടെ മര്യാദയെക്കുറിച്ചും മതബിനെ കുറിച്ചൊക്കെ അറിയാം, എന്നിട്ടും മാതാപിതാക്കൾക്ക് എന്നും പരാതിയാണ്. അപ്പൊ എന്താണ് ചരിത്രം അന്വേഷിച്ചപ്പോ ഈ ചെറുപ്പക്കാരന്റെ പിതാവ്, ഈ പരാതി പറയുന്ന പിതാവ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയൊക്കെ വളരെ പ്രയാസപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഈ മകന്റെ മനസ്സിൽ അല്ലാഹു തആല ഈ മാതാപിതാക്കളോടുള്ള കരുണ ഈ മകന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളഞ്ഞു. അതാണ് റഹ്മത്തിനെ ഊരിക്കളയുക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ കയറി വന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് 2 കൈകൊണ്ടും അവരെ വാരിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് അവിടുത്തെ കാലിന്റെ 2 തുടയിൽ വെച്ചുകൊണ്ട് തുരുതുരാ ഉമ്മ വെക്കുന്ന സമയത്താണ് ഒരു സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് 10 മക്കളുണ്ട്, 10 മക്കൾ. പക്ഷേ എന്റെ മക്കളെ ഞാൻ ഇതുവരെ ഇതുപോലെ എന്റെ മക്കളെ ഇതുപോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, എന്റെ മക്കൾക്ക് ഇതുപോലെ ഞാൻ സ്നേഹം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ സഹോദരനോട് ചോദിച്ച മറുപടി, ആ സഹോദരനോട് ചോദിച്ച ചോദ്യം, സഹോദരാ, നിന്റെ മനസ്സിൽ നിന്ന് റഹ്മത്തിനെ അല്ലാഹു ഊരിക്കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കൾക്ക് നാം വാത്സല്യം കൊടുക്കേണ്ട സമയത്ത്, അവർക്ക് ആദരവ് കൊടുക്കേണ്ട സമയത്ത് അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഞാൻ തുടങ്ങി വെച്ചിടത്തേക്ക് ഞാൻ പോവുകയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് 10 ദിനരാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ രാത്രി മുതൽ അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട്, തഹ്ലീൽ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ നാം സംസ്കരിക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.